യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നും ഇല്ലാതെ 5 ലക്ഷം രൂപ വരെ 4% പലിശയിൽ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട അടിപൊളി ലോൺ സ്കീമിനെ കുറിച്ചാണ് ഇപ്പോൾ. ഈ ഒരു വായ്പ ആർക്കൊക്കെ ലഭിക്കും, എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ, ഇതിന് അപേക്ഷ നൽകേണ്ടത് എങ്ങനെയാണ്, ഇതിന് അപേക്ഷ നൽകേണ്ടത് എവിടെയാണ് എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും ഈ ഒരു വായ്പ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ പദ്ധതികൾ ഉണ്ടാകാറുണ്ട്. നിർഭാഗ്യവശാൽ അവിടെയുള്ള മാധ്യമങ്ങൾ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ആനുകൂല്യങ്ങൾ പലതരത്തിലുള്ള ലോൺ സ്കീമുകൾ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ ഒരുപാട് തൊഴിലവസരമുണ്ട്. സർക്കാരിന്റെ കീഴിലായാലും സംസ്ഥാന സർക്കാരിന്റെ കീഴിലായാലും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലായാലും ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്, നിയമനങ്ങൾ ഉണ്ട്, സ്ഥിര നിയമനങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആണെങ്കിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ട്. വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് തൊഴിൽ അവസരങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള തൊഴിൽ അവസരങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള തൊഴിലവസരങ്ങളെ കുറിച്ച് അറിയുന്നതിന് നമ്മുടെ ചാനൽ വിശദാംശങ്ങളിലേക്ക് പോകാം. 20 ലക്ഷം രൂപ 30 വർഷ തിരിച്ചടവ് കാലാവധിയിൽ പലിശയൊന്നുമില്ലാതെ വീട് വെക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു വായ്പാ പദ്ധതിയുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഒരു ചാനലിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. 5 ലക്ഷം രൂപ വരെ 4% പലിശയിൽ വായ്പ തരുന്ന കേന്ദ്ര സർക്കാരിന്റെ ലോൺ സ്കീമിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. നമ്മൾ ഇത് പരിചയപ്പെടുത്തുവാൻ പോകുന്ന ലോൺ സ്കീമിന്റെ പേരാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി. ഈ ഒരു പദ്ധതി വഴി 5 ലക്ഷം രൂപ വരെയാണ് കേന്ദ്ര സർക്കാർ വായ്പ നൽകുന്നത്. ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 12 തീയതി 2025 മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് കാണുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. രാജ്യത്തെ കർഷകർക്ക് വേണ്ടി സർക്കാർ വിവിധ തരം പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. അവരുടെ സാമ്പത്തിക സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ ഉറപ്പുവരുത്താറുണ്ട്. കർഷകരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രതിസന്ധികളാണ് അവർക്ക് ഏറ്റവും വെല്ലുവിളി ആകുന്നത്. സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി, അതായത് KCC സ്കീം. പെട്ടെന്നുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. സ്കീമിന്റെ കർഷകർക്ക് ബാങ്കിലൂടെ ഒരു ക്രെഡിറ്റ് സപ്പോർട്ട് കിട്ടുന്നത് ആണ്. നിങ്ങൾക്ക് ഇതിനു മുൻപാണെങ്കിൽ 3 ലക്ഷം രൂപ വരെ ആയിരുന്നു ഇതിന്റെ വായ്പ ലഭിച്ചത്. ഇപ്പോൾ 3 ലക്ഷം രൂപ എന്നുള്ളത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ നിർമ്മല സീതാരാമൻ ഈ 3 ലക്ഷം എന്നുള്ളത് 5 ലക്ഷം വരെയാക്കി ഉയർത്തി. ഇതിനു മുൻപ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയുടെ പലിശ നിരക്ക് ഏതൊക്കെ ബാങ്കുകളിൽ എത്ര നിരക്കാണെന്ന് നമുക്ക് നോക്കാം. SBI ബാങ്കിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എങ്കിൽ SBI കിസാൻ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ പ്രതിവർഷം 7% മുതലാണ് പലിശ ഈടാക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിലാണെങ്കിൽ 7% മുതൽ, HDFC ബാങ്കിലാണെങ്കിൽ 9% മുതലാണ്, ആക്സിസ് ബാങ്കിലാണെങ്കിൽ 8% മുതലാണ്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ പ്രതിവർഷം 7% മുതലാണ്, കിസാൻ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ 7% മുതലാണ്. അപ്പോൾ ബാങ്കുകൾ നൽകുന്ന പലിശ നിരക്കിന്മേൽ സർക്കാരുകൾ നൽകുന്ന സബ്സിഡിയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കർഷകർക്ക് ഏകദേശം 3% പലിശ ഇളവ് ലഭിക്കുന്നതാണ്. കൂടാതെ സർക്കാർ സാധാരണയായിട്ട് പലിശ 2% വരെ കിഴിവ് നൽകുന്നുണ്ട്. ഫലത്തിൽ ഗുണഭോക്താവിന്റെ പലിശ ഭാരം പലപ്പോഴും 4% മുതൽ 6% വരെ നമുക്ക് എന്ത് ചെയ്യുന്നതിന് പലിശ വരുന്നത്. ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി യാതൊരുവിധ ഈടും ജാമ്യവും ആവശ്യമില്ല. ഈ ഒരു വായ്പ ലഭിക്കണമെങ്കിൽ കിസാൻ ക്രെഡിറ്റ് കാർഡുമുള്ള ആളുകൾക്കാണ് ഈ ഒരു വായ്പ ലഭിക്കുന്നത്. കിസാൻ ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് ലഭിക്കുക നമുക്ക് നോക്കാം. ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടമായോ കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് മറ്റൊരാളുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല പാട്ടത്തിനൊക്കെ എടുത്ത് കൃഷി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ പാട്ടക്കരാർ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ സ്വയം സഹായ ഗ്രൂപ്പുകളിലോ സംയുക്ത ബാങ്കുകളിലോ ഉൾപ്പെട്ട കൃഷി ചെയ്യുന്ന അംഗങ്ങൾക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇതിന് അർഹതയുണ്ട്. നിങ്ങളിപ്പോൾ ഏത് ബാങ്കിലാണ് അപേക്ഷിക്കുന്നത് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് SBI ആണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ലോൺ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഫിനാൻസ് ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇതിന് കീഴിലുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം കിസാൻ ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ തിരഞ്ഞെടുത്തതിനു ശേഷം അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. അപേക്ഷകന്റെ സ്വന്തം സ്വകാര്യ സാമ്പത്തിക ഭൂമി വിവരങ്ങൾ എല്ലാം നൽകിയതിനു ശേഷം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അപേക്ഷ സമർപ്പിക്കുക. നിങ്ങൾ അപേക്ഷ
സമർപ്പിക്കുക. ബാങ്ക് വിവരങ്ങൾ എല്ലാം പരിശോധിച്ച ശേഷം ഒരു 4-5 ദിവസത്തിനുള്ളിൽ നിങ്ങളെ അവർ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 4 ദിവസത്തിനുള്ളിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതും ആണ്. ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക.